നമസ്കാരം. വികട സരസ്വതിയുടെ അനുഗ്രഹം സിദ്ധിച്ച അതുല്യ പ്രതിഭയാണ് നമ്മുടെ ജി സുധാകരൻ. എന്നാൽ ഇതൊന്നും അറിയാതെയാണ് പിണറായി പോലീസ് അദ്ദേഹത്തിനെതിരെ പെരുമാറുന്നത്. ഒരു കാര്യം നെഗറ്റീവായി പറഞ്ഞ് പോസിറ്റീവാക്കുന്ന ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, ആ ഒരു പ്രസംഗ തന്ത്രത്തിൻ്റെ പേരിലാണ് പാവം ഇപ്പോൾ വേട്ടയാടപ്പെടുന്നത്. 35 വർഷം മുമ്പ് നടന്ന ഒരു കള്ളവോട്ട് പരിപാടി തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ കവിക്കെതിരെ കേസായല്ലോ. സുധാകരൻ ചോദിക്കുന്നത്, ഒരാൾ ഭരണഘടനയെയും രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയെയും ചോദ്യം ചെയ്തിട്ടും വെല്ലുവിളിച്ചിട്ടും അയാൾക്കെതിരെ കേസെടുക്കാൻ ഇത്ര തിടുക്കമുണ്ടായില്ലല്ലോ എന്നാണ്. സുധാകരൻ ഉന്നം വയ്ക്കുന്നത് മന്ത്രി സജി ചെറിയാനെയാണ്. ചെറിയാച്ചൻ്റെ ക്രൂരകൃത്യങ്ങളിൽ ഒന്നായിരുന്നല്ലോ ഭരണഘടനയെ കുന്ത്രാണ്ടമാക്കിയ ആ പ്രസംഗം. ഏതാണ്ട് 1 മാസം കഴിഞ്ഞ് കോടതി ഉത്തരവിടേണ്ടി വന്നു ആ സംഭവത്തിൽ കേസെടുക്കാൻ. ഇവിടെ ഇതാ തനിക്കെതിരെ ഒറ്റ ദിവസത്തിനുള്ളിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നു. കുറേ നാളായി പിണറായി വിജയനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ഈ ജി സുധാകരൻ. പിണറായിക്ക് പ്രായപരിധി പൊക്കിക്കൊടുത്തു, തന്നെ വയസ്സനാക്കി ഇറക്കി വിട്ടു, മാറ്റി നിർത്തി എന്നൊക്കെയായിരുന്നു പരിദേവനങ്ങൾ. ശൈലജ ടീച്ചർ ആത്മകഥ എഴുതിയതിന് ജി സുധാകരൻ പരിഹസിച്ചിരുന്നു. കോന്നി MLA ഫോറസ്റ്റ് ഓഫീസ് കത്തിക്കുമെന്ന് പറഞ്ഞപ്പോൾ മാടമ്പി എന്ന് വിളിച്ച് ആക്ഷേപിച്ചു. ആരും പാർട്ടിക്ക് അതീതരല്ല എന്ന് പറഞ്ഞ് പിണറായി വിജയനെ ഒന്ന് തോണ്ടി. വ്യക്തിപൂജയെപ്പറ്റി തുറന്നു പറഞ്ഞു. കുറേ നാളുകളായി സുധാകരനിൽ വിപ്ലവത്തിൻ്റെ വല്ലാത്തൊരു ജനിതക മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് മതപ്രഭാഷണം നടത്തി സംഘിയാകാനുള്ള ലക്ഷണം കാണിച്ചു. പിന്നെ KPCCയുടെ പരിപാടിയിൽ പ്രസംഗിക്കാൻ പോയി മുള്ളും മുനയും വെച്ച് സംസാരിച്ചു. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ. ഇതിനിപ്പോൾ പാർട്ടിയെയോ പിണറായി വിജയനോ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല സഖാവേ. വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ടെന്ന രീതിയിൽ വിളിച്ചു പറയുക. കേസ് വരുമ്പോൾ ഞാൻ തമാശ പറഞ്ഞതാണ്, ഭാവനയാണ് എന്ന് പറയുക. ജി സുധാകരൻ ആ കെ സുധാകരനെയും വിളിച്ചുകൊണ്ട് എവിടെയെങ്കിലും ഭജനമിരിക്കാൻ പോകുന്നതാണ് ഏറെ നല്ലത്. മിണ്ടാതിരിക്കാനുള്ള പെൻഷൻ എത്ര വേണമെന്ന് പറഞ്ഞാൽ അത് വേണമെങ്കിൽ പിണറായി ഒപ്പിച്ചു തരും. സുധാകരന്മാർക്ക് ഇത് പടുകാലമാണ്. ഒന്നാലോചിച്ചാൽ സുധാകരൻ പറയുന്നതിലും തെറ്റില്ലേ എന്ന് നമുക്ക് തോന്നും. ഫോറസ്റ്റ് ഓഫീസ് കത്തിക്കുമെന്ന് പറഞ്ഞ MLAക്ക് വിശാല ഹൃദയനായ കാടുമന്ത്രി ശശീന്ദ്രൻ മാപ്പ് കൊടുത്തു. കഞ്ചാവ് കേസിലും പുലിപ്പല്ല് കേസിലും പ്രതിയായ വേടനെ മുഖ്യമന്ത്രി തന്നെ കൈ കൊടുത്ത് ആദരിച്ചിരുത്തി. കറുത്ത വേഷമണിയുന്നവരെ 7 അയലത്ത് അടുപ്പിക്കുന്ന പുള്ളിയല്ല പിണറായി എന്നോർക്കണം. അടിയന്തരാവസ്ഥ കാലത്ത് പാർട്ടിക്ക് വേണ്ടി അകത്തുപോയ ജി സുധാകരനെതിരെ ഇതാ നിസാര കാര്യത്തിന് ജാമ്യമില്ലാ വകുപ്പിന് കേസും. സുധാകരൻ്റെ കാവ്യഭാവനയ്ക്ക് ഇന്നാട്ടിൽ ഒരു വിലയുമില്ലേ സാർ? വേടസംഗീതത്തിനും ഭാവനയ്ക്കും മാത്രമേ ഇപ്പോൾ പാർട്ടി വില കൊടുക്കുന്നുള്ളൂ. ഞാൻ പ്രസംഗിച്ചപ്പോൾ ഞാനും ചിരിച്ചു, കേട്ടവരും ചിരിച്ചു. പോലീസുകാർക്ക് ഒന്നും മനസ്സിലാകുന്നില്ല, അവർ പുലിവാല് പിടിച്ചുവെന്നാണ് കവി പറയുന്നത്. വിവരദോഷം വിളിച്ചു പറയുന്ന ഏത് പ്രസംഗം കേട്ടാലും ജനം ചിരിക്കും സഖാവേ. ആ ചിരിക്ക് വേണ്ടിയാണല്ലോ വിഡ്ഢിത്തങ്ങൾ ഇങ്ങനെ എഴുന്നള്ളിക്കുന്നത്. നമ്പൂതിരിമാരെ ജട്ടി ധരിപ്പിക്കാൻ നടന്ന കാലത്ത് സുധാകരൻ്റെ പ്രസംഗത്തിന് എന്തൊരു കയ്യടിയായിരുന്നു കമ്മികൾ. ഇപ്പോഴിതാ സുധാകരനെ വഞ്ചകനെന്നും ഒറ്റുകാരനെന്നും വിളിച്ച് ആക്ഷേപിക്കുകയാണവർ. ആലപ്പുഴയിൽ ഏറെക്കുറെ അനാഥാവസ്ഥയിലായിക്കഴിഞ്ഞു ഈ ജി സുധാകരൻ. പ്രതിഭ MLA സുധാകരനെ വിളിക്കാത്തതായി ഒന്നുമില്ല. സജി ചെറിയാൻ ഇനി കണ്ടാൽ മിണ്ടില്ല. ആരിഫിന് വേണ്ട, നാസർക്ക് വേണ്ട. സലാം MLA നമ്മുടെ കുഞ്ചൻ നമ്പ്യാരുടെ വരികളെടുത്താണ് FBയിൽ സുധാകരനെ വീക്കിയത്. കണ്ടാലറിയാത്തവൻ കൊണ്ടാലറിയും. ആലപ്പുഴയിൽ ഞാനിട്ട ശിലാഫലകങ്ങളൊന്നും കാണാനില്ലെന്നാണ് കവിയുടെ മറ്റൊരു വിമർശനം. പിണറായി നാടാകെ ഇട്ട മഞ്ഞക്കുറ്റികൾ കാണുന്നില്ല, പിന്നല്ലേ സുധാകരൻ്റെ ഫലകം. സത്യത്തിൽ സുധാകരന് ഇത് തന്നെ വേണം. ആരു നീ ഒബാമ, സന്നിധാനത്തെ കഴുതകൾ എന്നിങ്ങനെ മഹത്തായ എത്രയോ കവിതകൾ അങ്ങ് എഴുതിയിട്ടുണ്ട്. ഈ പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ട് ഒരു നല്ല കവിത എഴുതാൻ ഇന്നോളം നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പൊട്ടന്മലയെ കണ്ടു, പക്ഷേ ഹിമവാനെ കണ്ടില്ല എന്നതാണ് രീതി. എത്ര ഭാവനയുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. കാണേണ്ട വിഗ്രഹങ്ങളെ കണ്ണു തുറന്ന് കാണണം, കൈയെടുത്ത് കൂപ്പണം. നന്ദി.